നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കളിയിൽ ഒരല്പം നിറം മങ്ങിയോ എന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിൽ അർജന്റീന ഇതാ ഫുൾ ഫോമിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ഗോൾ വർഷം നടത്തിയിരിക്കുന്നു. ഫ്രണ്ട്ലി മത്സരത്തിൽ സാംബിയയെ മുക്കിയിരിക്കുന്നു ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക്. ഹുലിൻ ആൽവാരസും ലയണൽ മെസ്സിയും നിക്കോളാസ് ഓട്ടാമെൻഡിയും ബാർക്കോയും ഒക്കെ ഗോളടിച്ചു. ഒരു ഗോള് ഓൺ ഗോളായിരുന്നു. ഏതായാലും ലാ ബൊമ്പനേറയിൽ പൊളിച്ചടുക്കിയ പ്രകടനം തന്നെ നടത്തിയിരിക്കുന്നു അർജന്റീന. മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ ഹുലിൻ ആൽവാരസും ലയണൽ മെസ്സിയും ആൽമേഡയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. സ്വാഭാവികമായിട്ടും എതിരാളികൾ അത്ര ശക്തരല്ല. അർജന്റീന അനായാസ നീക്കങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 4ാമത്തെ മിനിറ്റിൽ തന്നെ ഹുലിൻ ആൽവാരസിലൂടെ അവർ ലീഡെടുത്തു. ആൽമേഡ കൊടുത്ത പന്തിൽ നിന്നാണ് ഗോൾ. മെസ്സി ആ ഷോട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെതാക്കാമായിരുന്നു. അദ്ദേഹം അന്ന് ഒന്ന് അങ്ങോട്ട് മുന്നോട്ടാഞ്ഞു. ബോൾ കൃത്യമായിട്ട് ഹുലിൻ ആൽവാരസിലേക്ക് പന്ത് അദ്ദേഹം വലയിലേക്ക് എത്തിക്കുന്ന കാഴ്ച. പിന്നെ 43ാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ഗോൾ പിറക്കുന്നത്. മനോഹരമായ നീക്കമായിരുന്നു. പെനാൽറ്റി ബോക്സിൽ എതിരാളികളുണ്ട്, അതിനിടയിലൂടെ പാസ് കൊടുത്ത് മുന്നേറുന്നു. മൈക്കാലിസ്റ്ററുടെ ബോൾ മെസ്സിക്ക് തന്നെ കിട്ടുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടേറിയ ആംഗിളായിരുന്നു. മെസ്സി അത് കിടിലനായിട്ട് ഫിനിഷ് ചെയ്തു. ഇടവേള സമയത്ത് അർജന്റീന ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ മനോഹരമായൊരു കാഴ്ച. 50ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി അത് മെസ്സിക്ക് എടുക്കാം, പക്ഷേ മെസ്സി അത് എടുത്തില്ല. മറിച്ച് നിക്കോളാസ് ഓട്ടാമെൻഡിയെ കൊണ്ടെടുപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അർജന്റീൻ മണ്ണിലെ അവസാന കളിയാണിത്. ദേശീയ ടീമിനൊപ്പമുള്ള അവസാന കളിയാണ്. മെസ്സിയുടേത് ഒരുപക്ഷെ അങ്ങനെ ആയേക്കാം, പക്ഷേ മെസ്സി ഇതുവരെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഓട്ടാമെൻഡി വേൾഡ് കപ്പിന് ശേഷം താൻ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കില്ല എന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ട് അർജന്റീൻ മണ്ണിലെ അവസാന കളിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ലിയോ മെസ്സി പെനാൽറ്റി എടുക്കാൻ ഓട്ടാമെൻഡിയെ വിളിക്കുന്നു. ഓട്ടാമെൻഡി പെനാൽറ്റി വലയിലേക്ക് എത്തിക്കുന്നു. സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച. 68ാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ കൂടി വന്നപ്പോൾ 4-0 ലീഡായി. ഒടുവിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ബാർക്കോയുടെ ഗോള്, അതും മനോഹരമായ നീക്കമാണ്. അനായാസം പന്ത് പിന്നെ വലയിലേക്ക് എത്തിച്ചു. അങ്ങനെ 5-0 തകർപ്പൻ വിജയം നേടിക്കൊണ്ട് അർജന്റീന ഇതാ ആരാധകർക്ക് ആവേശമായി വീണ്ടും മാറിയിരിക്കുന്നു. സാംബിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.